Hi, hello. Welcome you all to Entri app. I am Kavya. അപ്പോൾ HSST എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ഒരു സ്വപ്നം തന്നെയാണ് അല്ലേ? അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപികയാവാൻ ആഗ്രഹിക്കുന്ന ഏവരുടെയും മനോഹരമായ ഒന്ന് തന്നെയാണ് ഒരു ഹയർ സെക്കൻഡറി ലെവലിൽ പഠിപ്പിക്കുക എന്ന് പറയുന്നത്. അതിനുള്ള വമ്പൻ അവസരമാണ് വരാനിരിക്കുന്നത് അല്ലേ? HSST എക്കണോമിക്സിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ വരാനായിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് HSST എക്കണോമിക്സിൽ പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ള ഒരുപാട് അഡീഷൻ വന്നിട്ടുണ്ട് അല്ലേ നമ്മുടെ സിലബസിൽ, അത് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? ലെറ്റ് സ്റ്റാർട്ട്. Nerlove's stock adjustment principle states that there is a desired level of durables which is determined by the current level of income. The consumer cannot immediately acquire the desired level of durables due to limited income. Acquisition of the desired level of durables is gradual. Nerlove stock adjustment principle നമ്മുടെ സിലബസിൽ നോക്കിയാൽ തുടക്കത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി, അതായത് പ്രാഗ്മാറ്റിക് അപ്രോച്ചുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം സിലബസ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് നെർലോവിൻ്റെ സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് പ്രിൻസിപ്പിൾ അല്ലേ? ഇപ്പം നെർലോവിൻ്റെ പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടുള്ള എത്ര ക്രോണിക് ആയിട്ടുള്ള രീതിയിലാണ് അല്ലേ നമ്മളോട്, കാരണം ഇപ്പോൾ മാറി വരുന്ന ഒരു സ്ട്രക്ചർ അനുസരിച്ചിട്ട് സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസ്, അതേപോലെ തന്നെ ഇത്തരത്തിൽ പണ്ട് നമുക്കൊരു ചോദ്യം തരും ഒരു ഉത്തരം തരും അങ്ങനെയായിരുന്നു. എന്നാൽ ഇന്ന് ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത് വളരെയധികം മാറിയിരിക്കുന്നു. നമ്മൾ ക്വൈറ്റ് കൺഫ്യൂസ് ചെയ്യുന്ന രീതിയിൽ ഒരു തിയററ്റിക്കലി വളരെ ബേസ്ഡ് ലെവലിൽ നിന്ന് പഠിച്ച ഒരു കാൻഡിഡേറ്റിന് മാത്രമേ ഈ ക്വസ്റ്റ്യൻ ഉത്തരം എഴുതാനായി സാധിക്കുള്ളൂ. അപ്പം നമുക്ക് നോക്കാം എന്താണ് ആക്ച്വലി നെർലോവിൻ്റെ സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് പ്രിൻസിപ്പിൾ. ഇപ്പം നെർലോവിൻ്റെ സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ജേക്കബ് നെർലോവ് ആണ് പുട്ട് ഫോർവേഡ് ചെയ്തത്. ഇവിടെ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ലാഗ് കോൺസെപ്റ്റുകൾ പഠിച്ചിട്ടുണ്ട്, കോബ്വെബ് പ്രിൻസിപ്പിൾസ് പഠിച്ചിട്ടുണ്ട്. ഉണ്ടോ? യെസ്, എക്കണോമിക്സിൽ ഉണ്ട് അല്ലേ? നമ്മൾ PGക്ക് ഒക്കെ കോബ്വെബ് പ്രിൻസിപ്പിൾസ് പഠിച്ചവരാണ്. ആക്ച്വലി അവിടെ എന്താ ചെയ്യുന്നത്? ടൈം ലാഗ് ആണ് അല്ലേ? നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, നമ്മുടെ കൺസംഷൻ എന്ന് പറയുന്നത്, നമ്മുടെ പ്രസൻറ്റ് കൺസംഷൻ എന്ന് പറയുന്നത് പെട്ടെന്ന് വരുന്ന ഒന്നല്ല, മറിച്ച് എന്തിനെ ബേസ് ചെയ്തിട്ടാ? പാസ്റ്റ് കൺസംഷനെ ബേസ് ചെയ്തിട്ടാണ്. ഞാനൊരു മൊബൈൽ ഫോൺ വാങ്ങുന്നു. അപ്പം ഞാൻ ഈ മൊബൈൽ ഫോൺ വാങ്ങുന്ന സമയത്ത് ഇന്ന് ഞാനൊരു ബ്രാൻഡ് ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അതിനുള്ള കാരണം ആ ബ്രാൻഡ് പ്രീവിയസ്ലി ഞാൻ കൺസ്യൂം ചെയ്തപ്പോൾ എനിക്ക് വളരെയധികം സാറ്റിസ്ഫാക്ഷൻ, നമുക്ക് വേണമെങ്കിൽ യൂട്ടിലിറ്റി എന്ന് ഡിഫൈൻ ചെയ്യാം അല്ലേ, ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളത് കൺസ്യൂം ചെയ്തത്. ദ സെയിം പ്രിൻസിപ്പിൾ അപ്ലൈസ് ഹിയർ ഓൾസോ. നെർലോവിൻ്റെ പ്രിൻസിപ്പിൾ എന്താണ് പറയുന്നത്? ഇവിടെ നമ്മളുടെ കൺസംഷണൽ പാറ്റേൺ എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? ഗ്രാജുവലി വരുന്ന ഒന്നാണ്, അല്ലാതെ അത് ഒരിക്കലും നമ്മൾ പെട്ടെന്നൊരു ദിവസം നേടിയെടുക്കുന്നതല്ല, മറിച്ച് നമുക്കൊരു കൺസംഷൻ ട്രെൻഡ് ഉണ്ടെങ്കിൽ അതെപ്പോഴും എന്താണ്? ഗ്രാജുവലി അക്യുമുലേറ്റ് ചെയ്തു വരുന്ന ഒന്നാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ഡൈനാമിക് മോഡലാണ്, അതായത് ഒരിക്കലും ഒരു സ്റ്റാറ്റിക് റെപ്രസെൻറ്റേഷൻ അല്ല ഇവിടെ കൊടുക്കുന്നത്, ഇത് മാറിക്കൊണ്ടേയിരിക്കും. ഇന്നെനിക്ക് ചോക്ലേറ്റ് ഐസ്ക്രീം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, നാളെ ചിലപ്പോൾ എനിക്ക് ചോക്ലേറ്റ് ആയിരിക്കില്ല ഇഷ്ടമാവുന്നത്. ടേസ്റ്റ് പ്രിഫറൻസിൽ എന്ത് വരാം? മാറ്റങ്ങൾ വരാം. എക്കണോമിക്സിൽ വരില്ല എന്ന് അസ്യൂം ചെയ്യുന്നുണ്ടെങ്കിലും നമ്മളെല്ലാം റാഷണൽ ഹ്യൂമൻ ബീയിങ് ആണ്. ഓഫ് കോഴ്സ് എന്ത് വരാം? മാറ്റം വരാം. സോ ദ സെയിം അപ്രോച്ചസ് അറ്റാച്ച് ടു ദിസ് ഡൈനാമിക് മോഡൽ. അപ്പം നമുക്ക് ബേസിക്കലി എന്തറിയണം? ഡ്യൂറബിൾ ഗുഡ്സിൻ്റെ കേസിലായാലും നോൺ ഡ്യൂറബിൾ ഗുഡ്സിൻ്റെ കേസിലായാലും ഹൗ കൺസ്യൂമർ പ്രിഫർ സർട്ടൈൻ ഗുഡ്സ് എന്നുള്ളതിനെ കുറിച്ച് അറിയണം അല്ലേ? അപ്പോൾ അതിനെ ബേസിക് ആയിട്ട് അതിനെക്കുറിച്ച് പ്ലഗ് ഇൻ ചെയ്യുന്ന ഒന്നാണ് നെർലോവിൻ്റെ മോഡൽ. ഇതിനെ നമ്മൾ ഹാബിറ്റ് ക്രിയേഷൻ എന്ന് പറയും. അത് നോൺ ഡ്യൂറബിൾസിൻ്റെ കേസിലേക്ക് വരുമ്പോഴാണ് ഹാബിറ്റ് ക്രിയേഷൻ ആവുന്നത്. ഐസ്ക്രീമിൻ്റെ കേസ് ഞാൻ പറഞ്ഞു അല്ലേ, ദ സെയിം കണ്ടീഷൻ അപ്ലൈസ് ഹിയർ. ഞാൻ ചോക്ലേറ്റ് കഴിച്ചു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആ ഒരു ബ്രാൻഡിൻ്റെ ഐസ്ക്രീം. ഓഫ് കോഴ്സ് ഞാൻ ഇപ്പോഴും എന്ത് ചെയ്യും? എൻ്റെ പ്രസൻറ്റ് കൺസംഷൻ, ഞാൻ പുറത്തു പോകുന്നു, എനിക്ക് ചോക്ലേറ്റ് ഐസ്ക്രീമാണ് ഇഷ്ടമെങ്കിൽ ഞാൻ അവരുടെ ബ്രാൻഡ് തന്നെ ചൂസ് ചെയ്യുള്ളൂ. കാരണം എനിക്ക് അത് മുൻപ് കഴിച്ചപ്പോൾ ഒരുപാട് സാറ്റിസ്ഫാക്ഷൻ എന്ത് ചെയ്തിട്ടുണ്ട്? അത് തന്നിട്ടുണ്ട്. അപ്പം നമുക്കിവിടെ എന്താ ഉത്തരം വരിക? Nerlove stock adjustment principle state that there is a desired level of durable which is determined by the current level of income. എൻ്റെ കയ്യിലുള്ള വരുമാനം അനുസരിച്ച് ഞാൻ എന്ത് ചെയ്തേക്കാം? ഒരു സർട്ടൈൻ ലെവൽ ഓഫ് ഇൻകം എന്ന് പറയുന്നത് ഞാൻ പ്രിഫർ ചെയ്തേക്കാം അല്ലേ?
That's it. Consumer cannot immediately acquire the desired level of durables due to limited income. ശരിയല്ലേ? നമുക്ക് ഒരിക്കലും പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല? എനിക്ക് ആ ഒരു കമോഡിറ്റി വേണം, എനിക്കൊരു ആപ്പിൾ ഐഫോൺ വേണം എന്ന് വിചാരിക്കാം. എനിക്ക് പെട്ടെന്ന് അത് വാങ്ങാൻ പറ്റില്ല. ഒരു പക്ഷേ എൻ്റെ കയ്യിൽ എന്തുണ്ടാവില്ല? ഇൻകം ഉണ്ടാവില്ല. അപ്പോൾ ഇൻകം എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസേൺ തന്നെയാണ്. അപ്പം ഇൻകത്തിൻ്റെ ഒരു അൺഅവൈലബിലിറ്റി എന്തിലേക്ക് നയിച്ചേക്കാം? പ്രോബ്ലമിലേക്ക് നയിക്കാം. അക്വിസിഷൻ ഓഫ് ദ ഡിസൈർഡ് ലെവൽ ഓഫ് ഡ്യൂറബിൾ ഇസ് ഗ്രാജുവൽ. എനിക്ക് കുറച്ച് ഡ്യൂറബിൾ കമോഡിറ്റീസ് വേണം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഓൾ ഓഫ് എ സഡൻ കടയിൽ പോയിട്ട് കുറേ കമോഡിറ്റീസ് അങ്ങ് പർച്ചേസ് ചെയ്യല്ല, മറിച്ച് എൻ്റെ ഇൻകം ഞാൻ ഒന്ന് അസിമുലേറ്റ് ചെയ്ത് ഐ വിൽ ബി മൂവിങ് ഓൺ ഫോർ ദാറ്റ്. റൈറ്റ്, യെസ്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്? നമ്മളോട് ചോദിച്ചത് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ വളരെയധികം കെയർഫുള്ളായി തന്നെ വായിക്കുക. കാരണം നോട്ടാണോ, ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ പാറ്റേൺ വളരെ ട്രിക്കി ആയിട്ടാണ് വരുന്നത്. നോട്ടൊക്കെ ആഡ് ചെയ്ത് വരും. അപ്പം നമ്മൾ വിചാരിക്കും നോട്ടൊന്നും നമ്മൾ പെട്ടെന്ന് കാണില്ല. പക്ഷെ ഇവിടെ എന്താ, ഇവിടെ നമ്മളോട് ചോദിച്ച പ്രിൻസിപ്പിൾ എന്താണ് എന്നാണ്. നെർലോവിൻ്റെ സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് പ്രിൻസിപ്പിൾ എന്താണ് പരാമർശിക്കുന്നത് എന്നാണ് നമ്മളോട് ഇവിടെ ചോദിച്ചത്. റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി ആണ്. ഓൾ ഓഫ് ദി എബവ് ആണ്. അതായത് ആദ്യത്തേനെ കുറിച്ച് പറയുന്നുണ്ട്, രണ്ടാമത്തതും വരുന്നുണ്ട്, മൂന്നാമത്തെയും വരുന്നുണ്ട്. സോ നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇത് ആക്ച്വലി നമുക്ക് ആൻസർ കീ, പ്രൊവിഷണൽ ആൻസർ കീ വന്നപ്പോൾ ഇതിന് ഉത്തരമുണ്ടായിരുന്നു. എന്നാലും ഇതൊരു ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്ത, ഫൈനൽ വന്നപ്പോൾ ക്യാൻസൽ ചെയ്തൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ആക്ച്വലി ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഹവറിൽ ഒരു ടീച്ചർ ക്ലാസ്സിൽ വന്നില്ല, നമ്മളെന്ത് ചെയ്യും? ആ ടീച്ചറിന് പകരം വേറൊരു ടീച്ചറിനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇത് എക്കണോമിക്സിൽ വരുന്ന നൊട്ടേഷൻ തന്നെയാണ് ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്, അല്ലേ? അതായത് ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എത്രയാ, എന്ത് ഡിഗ്രി വരെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ പോസിബിൾ ആണ് എന്നുള്ളത് നമ്മൾ മെഷർ ചെയ്യുന്നതിനെയാണ് ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ കുറിച്ച് പറയുന്നത്. സോ ഇവിടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതെന്താണെന്നാണ് നമ്മളോട് ചോദിച്ചത്. Percentage change in capital labor ratio divided by the percentage change in the rate of technical substitution, percentage change in K by L by percentage change in MRS, d K by L by K by L by MPL by MPK എന്നൊരു നൊട്ടേഷനും നമുക്കിവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് ചോദിച്ചാൽ ഇവിടെ ഉത്തരമില്ല ആക്ച്വലി. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് നമ്മൾ ആക്ച്വലി ഇതിനെ പോസ്റ്റുലേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്താണെന്നൊന്ന് പഠിക്കാം. എന്താ ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ? അതായത് ഇവിടെ നമ്മൾ ഒരു ഫാക്ടറിനെ, നമുക്കിപ്പം ഒരു പ്രൊഡക്ഷൻ്റെ ഏരിയയിലേക്ക് കടന്നാൽ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്, അല്ലേ? എന്തൊക്കെയുണ്ട്? ലാൻഡ് ഉണ്ട്, ലേബർ ഉണ്ട്, ക്യാപിറ്റൽ ഉണ്ട്, ഓൺടർപ്രീനർഷിപ്പ് ഉണ്ട്, അല്ലേ? ഇങ്ങനെ ഓൺടർപ്രീനേഴ്സ് അല്ലെങ്കിൽ ബിസിനസ് യൂണിറ്റുകളുണ്ട്. ഇങ്ങനെ ഒരുപാട് തരത്തിലുള്ള സാധനങ്ങൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ കീഴിൽ വരാറുണ്ട്. സോ ഇവിടെ ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഫാക്ടർ നമ്മൾ ഔട്ട്പുട്ട് ലെവലിൽ ചേഞ്ചസ് വരുന്നതിനനുസരിച്ച്, ഇപ്പം ഇഫ് യു റൈറ്റ് ക്യൂ എസ് എ ഫംഗ്ഷൻ ഓഫ് കെ ആൻഡ് എൽ എന്ന് പറഞ്ഞാൽ എന്താ? ക്യൂ എസ് ഔട്ട്പുട്ട്, റൈറ്റ്? കെ എന്ന് പറഞ്ഞാൽ എന്താ? ക്യാപിറ്റൽ ആൻഡ് എൽ മീൻസ് ലേബർ. എത്രത്തോളം കപ്പാസിറ്റിയിൽ ലേബർ ക്യാപിറ്റലിന് വേണ്ടി, ക്യാപിറ്റൽ ലേബറിന് വേണ്ടി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം എന്നുള്ളതാണ് ബേസിക്കലി നമ്മൾ ഈ ഒരു ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് ഈ തിയറികളിലൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ്റെ നൊട്ടേഷനെ കുറിച്ച് പഠിക്കുന്നത്. എങ്ങനെയാണ്, എത്ര ലെവൽ വരെ? സേ ഫോർ എക്സാമ്പിൾ ഒരു കമോഡിറ്റി ലേബർ ഇൻറ്റൻസീവ് ആണ് എന്ന് വിചാരിക്കുക. അതായത് ലേബറേഴ്സിനെ കൂടുതൽ എംപ്ലോയ് ചെയ്തുകൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യേണ്ട ഒരു കമോഡിറ്റി ആണെങ്കിൽ അവിടെ ക്യാപിറ്റൽ കൊണ്ടുവന്ന് നമുക്ക് മെഷീൻ കൊണ്ടുവന്നാൽ പറ്റില്ല. അവിടെ തൊഴിലാളികൾ തന്നെ വേണം അത് ചെയ്യാനായിട്ട്. സോ എത്രത്തോളം നമുക്കത് ചെയ്യാനായി സാധിക്കും എന്നുള്ളതാണ് ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊണ്ട് നോട്ടേറ്റ് ചെയ്യുന്നത്. നമുക്ക് ഇനി അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. Which of the following statements are correct about an activity analysis isoquant? Isoquant equal quantity curve, അല്ലേ? വെരി ഇമ്പോർട്ടൻ്റ് ആണ്. Limited substitutability of factors of production. There are only a few processes for producing any one commodity. Substitutability of the factors possible only at King's. Only 2 and 3. All of the above, that is 1, 2, 3 are correct. Only 1 and 3. Only 1 and 2. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഐസക്കോൺസ് എന്ന് പറഞ്ഞാൽ എന്താ? എക്കണോമിക്സിൽ ഐസക്കോൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോമ്പിനേഷൻ ഓഫ് 2 or more ഇൻപുട്സ്, ലേബർ ആൻഡ് ക്യാപിറ്റൽ, ദാറ്റ് ക്യാൻ പ്രൊഡ്യൂസ് സെയിം ലെവൽ ഓഫ് ഔട്ട്പുട്ട്.
ഞാൻ എത്ര ക്വാണ്ടിറ്റി ലേബറിനെ എടുക്കുന്നു, എത്ര ക്വാണ്ടിറ്റി മെഷീനെ ഞാൻ എംപ്ലോയ് ചെയ്യുന്നു. സോ ദാറ്റ് അവരെ കമ്പൈൻ ചെയ്ത് ഈക്വൽ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട്സ് 2 ലേബറിനെ യൂസ് ചെയ്താലും 4 ലേബറിനെ യൂസ് ചെയ്താലും ഇവിടെ മെഷീനിലും അഡ്ജസ്റ്റ്മെൻറ്റ് കൊണ്ടുവരണു, ലേബറിലും ഞാൻ അഡ്ജസ്റ്റ്മെൻറ്റ് കൊണ്ടുവന്ന് ഹൗ ആം ഐ പ്രൊഡ്യൂസിങ് ദാറ്റ് പെർട്ടിക്കുലർ കെമോഡിറ്റി അല്ലേ, ഞാൻ എങ്ങനെയാണ് ആ കെമോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈക്വൽ ഔട്ട്പുട്ട് ഇസ് ബീയിങ് സേ ഫോർ എക്സാമ്പിൾ ഒരു പെണ്ണ് തന്നെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു, പക്ഷേ കോമ്പിനേഷൻ ഓഫ് ലേബർ ആൻഡ് ക്യാപിറ്റലിൽ മാറ്റം വരുന്നു. സോ ദിസ് മീൻസ് ദ വർക്കിംഗ് ഓഫ് ഐസക്കോണ്ട്. ഐസക്കോൺസിനെ നമ്മൾ എന്തായിട്ടും വിളിക്കും, ഈക്വൽ പ്രൊഡക്റ്റ് കർവ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഇൻഡിഫറൻസ് കർവ് എന്നും പറയും. ഇവിടെ ഈ ഒരു ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എന്താ, റോ മെറ്റീരിയൽ ഒരു ഇൻപുട്ടാണ്, ലേബർ ഒരു ഇൻപുട്ടാണ്, ഇതൊക്കെ നമുക്ക് പറയാം അല്ലേ. ഈ ഇൻപുട്ടുകളെ ഉപയോഗിച്ച് ഹൗ ആർ ദി പ്രൊഡ്യൂസിങ് എ പെർട്ടിക്കുലർ കെമോഡിറ്റി. സേ ഫോർ എക്സാമ്പിൾ ഈ പെന്നൊരു ഔട്ട്പുട്ടാണ്, ഈ പെന്നിന് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാൻ ഒരുപാട് കമ്പോണൻസ് ഉപയോഗിക്കുന്നുണ്ട്, റൈറ്റ്. നമുക്കിവിടെ എന്ത് വേണം, റോ മെറ്റീരിയൽസ് വേണം, മെഷീൻസ് വേണം, ഇതൊക്കെ എന്താ മീഡിയേറ്റിംഗ് ഗുഡ്സ് ആണ് അല്ലേ. യെസ്, അപ്പം എങ്ങനെയായിരിക്കണം ദ കോമ്പിനേഷൻ എന്നതിനെ കുറിച്ചാണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ചോദിച്ചത് നമ്മളോട് ആക്ടിവിറ്റി അനാലിസിസ് ഐസക്കോൺസ് എന്ന് പറയുന്ന സമയത്ത് പല ഫോംസിലും നമുക്കതിനെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചത് ആക്ടിവിറ്റി അനാലിസിസ് ഐസക്കോണ്ടാണ്. അതുമായി റിലേറ്റ് ചെയ്യുന്ന എന്താ, ലിമിറ്റഡ് സബ്സ്റ്റിറ്റ്യൂട്ടബിലിറ്റി ആണ്. നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ലേബർ ക്യാപിറ്റൽ അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. കണ്ടീഷൻസ് ഉണ്ട്. ലേബർ ഇൻറ്റൻസീവ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണെങ്കിൽ ലേബർ ഇൻറ്റൻസീവ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ ആ ഒരു റിസോഴ്സസ് അല്ലെങ്കിൽ ആ ഒരു ഫാക്ടറിന് മാത്രമേ പറ്റൂ, ക്യാപിറ്റൽ എംപ്ലോയ് ചെയ്തിട്ട് കാര്യമില്ല. സോ എല്ലാത്തിനും ഒരു കൺസ്ട്രെയിൻ അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഒരു കെമോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ ഫ്യൂ പ്രോസസ്സേ ഉള്ളൂ. ലേബർ ഇൻറ്റൻസീവ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ലേബറേഴ്സിനെ തന്നെ എംപ്ലോയ് ചെയ്തിട്ട് കാര്യമുള്ളൂ, മെഷീൻസ് എംപ്ലോയ് ചെയ്തിട്ട് കാര്യമില്ല. ദാറ്റ്സ് ഇറ്റ്. സബ്സ്റ്റിറ്റ്യൂട്ടബിലിറ്റി ഓഫ് ദീസ് ഫാക്ടേഴ്സ് ഓൺലി അറ്റ് കിങ്സ്. നമ്മൾ കിങ് പോയിന്റ്സ് വരയ്ക്കാറുണ്ട് അല്ലേ. അപ്പോൾ ആ കിങ് പോയിന്റ്സിൽ മാത്രമേ നമുക്ക് എന്ത് അവൈലബിൾ ആയിട്ടുള്ളൂ, സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് അവൈലബിൾ ആയിട്ടുള്ളൂ. എല്ലാം കറക്റ്റാണ്. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി ആണ്. നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫോർത്ത് ക്വസ്റ്റ്യൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. കാരണം ഇതൊരു ആഡഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു അഡീഷൻ എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം ഇൻഡിഫറൻസ് കർവ് പലപ്പോഴും നമ്മൾ BA-ക്കും അതുപോലെ തന്നെ PG-ക്കും ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഇൻഡിഫറൻസ് കർവിൻ്റെ ഒരു മോഡിഫൈഡ് വെർഷനാണ് ലീനിയർ എക്സ്പെൻഡിച്ചർ സിസ്റ്റം. ഇൻ ലീനിയർ എക്സ്പെൻഡിച്ചർ സിസ്റ്റം we analyze group of commodities between no substitution is possible, individual commodities between no substitution is possible, group of commodities between substitution is possible, and none of the above. So what is linear expenditure system? So that is very important, right? Linear expenditure system അഥവാ LES മോഡൽ എന്ന് പറയും. പുതിയതായിട്ട് ആഡ് ചെയ്ത് വന്ന ഒരു ടോപ്പിക്കാണിത്. ഇക്കണോമിക്സിൽ നമ്മൾ ഇതുവരെയും പഠിച്ചിട്ടുള്ളത് മാക്സിമം പോയാൽ ഒരു 2 കെമോഡിറ്റീൻ്റെ ഉള്ളിൽ ഹൗ ദ കൺസ്യൂമർ ചൂസ് എന്നുള്ളതാണ് അല്ലേ. എനിക്ക് മിൽക്ക് ഷേക്ക് ഇഷ്ടമാണ്, ഐസ്ക്രീമും ഇഷ്ടമാണ്. സോ ഞാൻ രണ്ടും കൂടെ ഒരുമിച്ച് കൺസ്യൂം ചെയ്യുന്ന സമയത്ത് എത്ര ഐസ്ക്രീം ഞാൻ കൺസ്യൂം ചെയ്യുന്നു, എത്ര മിൽക്ക് ഷേക്ക് ഞാൻ കൺസ്യൂം ചെയ്യുന്നു. സോ ദ റിലേഷൻ, റൈറ്റ്, അത്രയും നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് ഓഫ് ഗുഡ്സിനെ കുറിച്ച് ഒരു സ്റ്റഡിയും ഇതുവരെ ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഉണ്ടായിരുന്നില്ല. അതിനെ പരിഹരിക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചാണ് LES മോഡൽ അഥവാ ലീനിയർ എക്സ്പെൻഡിച്ചർ സിസ്റ്റം മോഡൽ ഫോർമുലേറ്റ് ചെയ്ത് വന്നത്. ഇവിടെ കൺസ്യൂമറിൻ്റെ ഇൻകം, എനിക്ക് നല്ല ഇൻകം ഉള്ള ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കാം. എനിക്ക് നല്ല രീതിയിൽ ഗ്രോസറി കൺസ്യൂം ചെയ്യാം, ജ്വൽസ് കൺസ്യൂം ചെയ്യാം, ഫുഡ് കൺസ്യൂം ചെയ്യാം, കോസ്മെറ്റിക്സ് വാങ്ങാം, ഡ്രസ്സ് വാങ്ങാം, പല 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 ഓപ്ഷൻസ് എനിക്ക് അവൈലബിൾ ആണ് അല്ലേ. ടൂർ പോവാം. അപ്പോൾ നമ്മുടെ ഇൻകത്തിനനുസരിച്ച് നമ്മൾ ഹ്യൂമൻ ബീയിങ്സ് എങ്ങനെ ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് ഓഫ് കെമോഡിറ്റി ചൂസ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷനാണ് ആക്ച്വലി എന്ത് ലീനിയർ എക്സ്പെൻഡിച്ചർ സിസ്റ്റം എന്ന് പറയുന്നത്. ഇൻഡിഫറൻസ് കർവും ഓഫ് കോഴ്സ് അത് തന്നെയാണ്. പക്ഷേ ഡിഫറെൻറ്റ് സോർട്സ് ഓഫ് കെമോഡിറ്റീസിനെ കുറിച്ച് എവിടെ പരാമർശിക്കുന്നില്ല, ലീനിയർ എക്സ്പെൻഡിച്ചർ സിസ്റ്റത്തിൽ പരാമർശിക്കുന്നു, മറ്റേതിൽ എന്തില്ല, ഇൻഡിഫറൻസ് കർവിൽ പരാമർശിക്കുന്നില്ല. അപ്പോൾ ഇവിടെ എന്താ നമുക്ക് വരുന്നത്, ലീനിയർ എക്സ്പെൻഡിച്ചർ സിസ്റ്റത്തിൻ്റെ കോംബോ വരുമ്പോൾ എ ഗ്രൂപ്പ് ഓഫ് കെമോഡിറ്റി ബിറ്റ്വീൻ നോ സബ്സ്റ്റിറ്റ്യൂഷൻ ഇസ് പോസിബിൾ. ഇൻഡിഫറൻസ് കർവിൽ സബ്സ്റ്റിറ്റ്യൂഷൻ ഓക്കെ, പക്ഷേ ലീനിയർ എക്സ്പെൻഡിച്ചർ സിസ്റ്റത്തിൽ നമുക്ക് എന്താ അവൈലബിൾ അല്ല, സബ്സ്റ്റിറ്റ്യൂഷൻ പറ്റില്ല. എനിക്ക് ഡ്രസ്സിന് പകരം ജ്വൽസ് മതിയോ, ജ്വൽസിന് പകരം ഫുഡ് മതിയോ, പോരാ. ജ്വൽസിന് പകരം ജ്വൽസ് തന്നെ വേണം, ഫുഡിന് പകരം ഫുഡ് തന്നെ വേണം അല്ലേ. സോ സബ്സ്റ്റിറ്റ്യൂഷൻ, ഇൻ്റർ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് എനിക്ക് എന്തല്ല, അവൈലബിൾ അല്ല. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം.
Equilibrium of production requires efficiency in factor substitution, output market efficiency, both of the above, none of the above. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ഇത്. ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിനെയാണ് നമ്മൾ ബേസിക് ആയിട്ട് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. മാർക്കറ്റിൻ്റെ സെൻസിലേക്ക് കടന്നാൽ ഡിമാൻഡ് സപ്ലൈ മാച്ച് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇക്വിലിബ്രിയം ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ അതിലെന്താ വരണ്ടേ? പ്രൊഡക്ഷനാണ്. പ്രൊഡക്ഷന് നമ്മൾ എന്ത് ഉപയോഗിക്കും? ഫാക്ടേഴ്സ് ഉപയോഗിക്കും. പ്രൊഡക്ഷന് നമ്മൾ എന്താ ഉപയോഗിക്കുക? ഫാക്ടേഴ്സ് ഉപയോഗിക്കും. അപ്പോൾ ഇവിടെ എന്താ വേണ്ടേ? ഫാക്ടേഴ്സ് വളരെ എഫിഷ്യൻ്റായി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റണം. ലേബർ ഉണ്ട്, ക്യാപിറ്റൽ ഉണ്ട്. ഈ രണ്ട് ഫാക്ടറിനെയും നമ്മുടെ സൊസൈറ്റിയുടെ അല്ലെങ്കിൽ നമ്മുടെ വളർന്നു വരുന്ന കൺസ്യൂമർ സോവാണിറ്റിയുടെ ഒരു അടിസ്ഥാനത്തിൽ നമുക്കത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റണം. എങ്കിൽ മാത്രമേ പ്രൊഡക്ഷൻ പ്രോസസ്സ് എന്തായി എന്ന് പറയാൻ പറ്റൂ? റൈറ്റായി എന്ന് പറയാൻ പറ്റൂ. സോ പ്രൊഡക്ഷൻ എഫിഷ്യൻ്റ് ആവണമെങ്കിൽ, ഇക്വിലിബ്രിയം ആവണമെങ്കിൽ നമ്മളുടെ ഫാക്ടേഴ്സിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് വളരെയധികം എഫിഷ്യൻ്റ് ആയിരിക്കണം. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടിട്ട് എന്ത് തോന്നുന്നു? വളരെ ഈസി ആണെന്ന് തോന്നുന്നുണ്ടോ? ആണ്. പക്ഷെ സിസ്റ്റമാറ്റിക് ആയി നമ്മൾ പഠിച്ചു തുടങ്ങിയാലേ. അപ്പോൾ ഒട്ടും വൈകിട്ടില്ല. ഇനിയും നമുക്ക് ധാരാളം സമയമുണ്ട്. നോട്ടിഫിക്കേഷൻ അടുത്തെത്തി. നമ്മുടെ സ്വപ്നം ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഇനി വളരെ കുറച്ച് നാളുകൾ കൂടിയുള്ളൂ. സോ വേഗം വന്നോളൂ. HSST എക്കണോമിക്സിൻ്റെ പഠനം ഉടനെ തന്നെ ആരംഭിച്ചോളൂ. അപ്പോൾ എൻട്രിയുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. താങ്ക്